പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുനമ്പത്ത് വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ഒപ്പം ചേർന്ന് നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരികയാണ്. ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അരക്ഷിതാവസ്ഥയിലായ നരകതുല്യമായ അവസ്ഥയിലുള്ള നിവാസികളെ പ്രധാനമന്ത്രി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്, കൈ കൊടുക്കുകയാണ്. ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ട്. പരിഹാരം കാണുന്നതുവരെ കൂടെയുണ്ടാകും. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം ഉറപ്പു നൽകിയതാണ്. ഇതിൽ രാഷ്ട്രീയമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുനമ്പം സമരഭൂമിയിലെത്തി സമരക്കാരോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അഡ്വക്കേറ്റ് ഷോൺ ജോർജിനോടൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖരൻ മുനമ്പത്തെ സമരപന്തലിൽ എത്തിയത്. മുനമ്പത്ത് നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഭൂമി കയ്യേറ്റമാണ്. ഇവിടെ ഏത് ശക്തി എതിർത്താലും ഒന്നും സംഭവിക്കില്ല. LDFO UDFO ആരുമാകട്ടെ, വഖഫ് ബില്ല് വരും, പുതിയ നിയമം വരും. ഇവിടെ മാത്രമല്ല വഖഫ് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നീതി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിരാഹാര സമരത്തിലിരിക്കുന്നവർ രാജീവ് ചന്ദ്രശേഖറിന് പ്രശ്നങ്ങൾ വിവരിച്ച് നിവേദനം സമർപ്പിച്ചു. അതേസമയം മുനമ്പത്ത് തങ്ങൾക്ക് വസ്തുക്കളൊന്നുമില്ലെന്നും മേൽനോട്ട ചുമതലയാണ് ഉള്ളതെന്നും വഖഫ് ബോർഡിന്റെ വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വഖഫ് നിയമം നിലവിൽ വന്നത് 1954-ലാണ്. ബോർഡ് വന്നത് 1960-ലും. ഈ സമയത്ത് ബോർഡിന്റെ ഉടമസ്ഥതയിൽ വസ്തുക്കൾ ഒന്നുമില്ലെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. മുനമ്പത്തെ വസ്തുക്കൾ സംബന്ധിച്ച രേഖകളൊന്നും ബോർഡിലില്ല. വഖഫ് വസ്തുക്കളുടെ വിൽപ്പന നടത്താൻ ബോർഡിന് അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ 2013-ലെ ഭേദഗതി നിയമപ്രകാരം ഒരു വിധത്തിലുള്ള വിൽപ്പനയ്ക്കും അധികാരമില്ല. അതിനു മുമ്പ് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആധാരം നിലനിൽക്കുന്നതാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന് നൽകാനുള്ള എന്തെങ്കിലും അപേക്ഷയോ മറ്റു രേഖകളോ ഓഫീസിലില്ല. മുനമ്പത്തെ ഭൂമിയുടെ കോപ്പികളും വഖഫ് ബോർഡിന്റെ കൈവശമില്ല. സിദ്ദിഖ് സേട്ടിനും സത്താർ ഷേട്ടിനും എന്താവശ്യത്തിനു വേണ്ടിയാണ് അന്നത്തെ അധികാരികൾ ഭൂമി നൽകിയതെന്ന ചോദ്യത്തിനും വഖഫ് ബോർഡിന് ഉത്തരമില്ല. ഇതോടെ മൂസ അബ്ദുൾ കരീം സേട്ടിന്റെ കുടുംബത്തിന് രാജഭരണകാലത്ത് കൃഷി ആവശ്യത്തിന് നൽകിയ ഭൂമി സിദ്ദിഖ് സേട്ടിന്റെ കൈകളിൽ എത്തുകയായിരുന്നു എന്ന് വ്യക്തം. ഇത് ഫറൂഖ് കോളേജിന് എഴുതി വച്ചതായും പറയുന്നു. ഫറൂഖ് കോളേജിന് എത്ര സെന്റ് വസ്തുവാണ് നൽകിയതെന്നില്ല. ഇതിന്റെ അവകാശ രേഖകൾ ഫറൂഖ് കോളേജിന്റെ ട്രസ്റ്റിലുമില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുനമ്പത്ത് ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്ന് ആവർത്തിക്കുമ്പോഴാണ് വഖഫ് ബോർഡ് തന്നെ ഇത് നിഷേധിക്കുന്നത്. അതേസമയം മുനമ്പത്തെ ഭൂമി കുംഭകോണത്തെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ക്രിസ്ത്യൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ഭൂമി സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതു മുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ കണ്ണുവെച്ച് വമ്പൻ സ്രാവുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിലവിലെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഇതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നും ക്രിസ്ത്യൻ കൗൺസിൽ വൈസ് ചെയർമാൻ അഗസ്റ്റിൻ AV കെന്നഡി പറഞ്ഞു. അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്തെന്നാണ് വഖഫ് ബോർഡ് പൊതുവെ അറിയപ്പെടുന്നത്. മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻവോൺമെന്റിനെയാണ് വഖഫ് എന്നത് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും. മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ ആവശ്യത്തിനോ ആണ് ആ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.